ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന ഭാഗത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷമുള്ള രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് ഓണം എക്സാമിന് 3 ചാപ്റ്റേഴ്സ് ആണ്. തേർഡ് ചാപ്റ്ററിന്റെ ഫുള്ളില്ല, അതിന്റെ ഹാഫ് പോർഷൻ ആണ് എക്സാമിനുള്ളപ്പോൾ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ബാക്കിയുള്ള ഡിസ്കഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, correct the mistake if any in the underlined portion of the given statement. തന്നിരിക്കുന്ന താഴെക്കുന്ന സെന്റൻസിൽ എന്താ അണ്ടർലൈൻ ചെയ്ത പോർഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കറിയാം സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലാണ് ഇത്തരത്തിൽ സെൻസറി ഓർഗാനിസംസിന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയത് അല്ലാത്തത് നോക്കാം. നമുക്കറിയാം അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ടിൽ പറയുന്നുണ്ട് പ്ലനറി ഓരോ ഓർഗാനിസത്തിന്റെയും സെൻസറി ഓർഗൻസിനെ കുറിച്ചിട്ട് ആ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അതില് പ്ലനേറിയന്റെ കേസിൽ ഐസ്പോട്ട് ആണ്. ഈ ഐസ്പോട്ട് ആണ് എന്തിനു സഹായിക്കുന്നത്? ലൈറ്റിന്റെ ഡിറ്റക്ഷന് സഹായിക്കുന്നത്. പ്ലനേറിയയിലെ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന റീജിയൻ എന്താണ്? ഐസ്പോട്ട് ആണ്. ദെൻ ഒമാറ്റീഡിയ പ്രസന്റ് ചെയ്യുന്നത് ഏതിലാണ്? ഹൗസ് പ്ലേയിലാണ് ഒമാറ്റീഡിയ പ്രസന്റ് ചെയ്യുന്നത്. അത് എന്തിനെ സഹായിക്കുന്നത്? ഫോട്ടോ റിസപ്റ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനാണ് ഒമാറ്റീഡിയയില് ഹൗസ് പ്ലേയില് ആര് സഹായിക്കുന്നത്? ഒമാറ്റീഡിയ സഹായിക്കുന്നത്. പിന്നെ ലാറ്ററൽ ലൈൻസ് പറഞ്ഞു. ലാറ്ററൽ ലൈൻസ് പ്രസന്റ് ചെയ്യുന്നത് ഏതിലാണ്? ഷാർക്കിലാണ്. ഷാർക്കിൽ എന്തിനാണ് ലാറ്ററൽ ലൈൻസ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതായത് ബോഡി ബാലൻസ് ചേഞ്ച് ചെയ്യുന്ന ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു ആര്? ലാറ്ററൽ ലൈൻസും ഷാർക്ക്. പിന്നെ നമ്മൾ അടുത്തത് വന്നു നമ്മൾ സ്നേക്കിന്റെ കേസിലാണെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൻ ഉണ്ട്. അതായത് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, അതായത് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേക്കിൽ സഹായിക്കുന്ന ഒരു ഓർഗൻ അല്ലെങ്കിൽ ഒരു സെൻസറി ഓർഗൻ ആണിത്, ജേക്കബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞു. അപ്പൊ പ്ലാനേറിയയിൽ ഐസ്പോട്ട്, ഹൗസ് പ്ലേയിൽ ഒമാറ്റീഡിയ, ഷാർക്കിന്റെ കേസിലാണെങ്കിൽ ലാറ്ററൽ ലൈൻ. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസും അതെല്ലാം എന്നുണ്ടെങ്കിൽ ടേബിൾ തന്നിട്ട് പരസ്പരം കണക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഗിവൺ സെന്റൻസിൽ ഇൻകറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ദ മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പോർഷൻ ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് പറഞ്ഞു ഇൻ പ്ലനേരിയ ഒമാറ്റീരിയ ഹെൽപ്സ് ടു ഡിറ്റക്ട് ലൈറ്റ്. നമ്മൾ പറഞ്ഞു പ്ലനേരിയയിൽ ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത് റീജിയൻ ആതാണ്? ഐസ്പോട്ട് ആണ്. സോ ഒമാറ്റീരിയ ഇസ് പ്രസന്റ് ഇൻ ഹൗസ് പ്ലേയിലാണ് ഒമാറ്റീരിയ പ്രസന്റ് ചെയ്യുന്നത്. ഫോർ to detect the photoreceptors. Ommatidia present in house plate for to detect the photoreceptors നെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഓഫ് പ്ലനേറിയൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഐസ്പോട്ട് ഈസ് ഹെൽപ് ടു ഡിറ്റക്ട് ദ ലൈറ്റ്. അപ്പൊ ഇത് എന്താണ്? ഇത് റോങ് ആണ്. സോ നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഒമാറ്റീഡിയന്റെ റിസൾട്ട് എന്ത് കൊണ്ടുവരണം? ഐസ്പോട്ട് എന്ന് പറഞ്ഞ് ഈ സെന്റൻസ് എന്തായി കറക്റ്റ് ആയി. നെക്സ്റ്റ് ഇൻ ഷാർക്ക് ദ റിസപ്റ്റേഴ്സ് ഓഫ് ലാറ്ററൽ ലൈൻ ഹെൽപ് ടു ഡിറ്റക്ട് ദ ചേഞ്ച് ഇൻ ബാലൻസ് ഓഫ് ദ ബോഡി. ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ഇൻ സ്റ്റേക്ക് ഓർഗൻ ഓഫ് കോർട്ടി ഹെൽപ് ടു ഡിറ്റക്ട് സ്മെല്ല്. സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറഞ്ഞാൽ സ്മെല്ല് ഡിറ്റക്ഷൻ സഹായിക്കുന്നതാണ്. പക്ഷേ സ്നേക്കിന്റെ കേസിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആയിട്ടുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ ഓർഗൻ ഓഫ് കോർട്ടിക്ക് പകരം എന്ത് ചെയ്യണം? ജേക്കബ്സൺസ് എന്ന ഓർഗൻ ആകുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുക കറക്റ്റ് ആവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന ഡിസീസ് നമുക്കറിയാം, അതിനെ ബാധിക്കുന്ന കുറെ ഡിസീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അതിലെ ഒരു ഡിസീസാണ് കാറ്ററാക്ട്. സോ എന്താണ് കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ ലെൻസ് എന്താണ്? ബിക്കം ഒബ്സ്ട്രക്ട് ആവുക, അതേപോലെ തന്നെ ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. എന്ത്? ഈ കാറ്ററാക്ട് എന്ന ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലേസർ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാം? അതിനെ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെലക്ട് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കാറ്ററാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ലെൻസ് ഓഫ് ഐ ബിക്കം ഓപ്പക് എന്നാണ് ഇതിന്റെ ആൻസർ. കാറ്ററാക്ട്. ഡിഫക്ട് ഓഫ് കോൺസെൽ, കോൺസെല്ലിന്റെ ഡിഫക്റ്റ് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? കോൺസെല്ലിന്റെ ഡിഫക്റ്റ് വഴി ഉണ്ടാകുന്ന കോൺസെല്ലിന്റെ ഡിഫക്റ്റ് വഴിയാണോ? അല്ല. പിന്നെ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ, വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കാരണം എന്തിന് കാരണമുണ്ട്? നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമാകും. എന്നാൽ പ്രോലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണെങ്കിൽ അത് ജെറോഫ്താൽമിയക്ക് കാരണമാകും. ഇൻഫെക്ഷൻ ഓഫ് കൺജങ്ക്റ്റീവ എന്തിന് കാരണമാകും? കൺജങ്ക്റ്റീവിറ്റിസിന് കാരണമാകും. ഓക്കെ, ഇതൊക്കെ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് ചാപ്റ്ററിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 വന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോമൺ ഫീച്ചേഴ്സ്. ഓഡ് വൺ എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അതേഴ്സിന്റെ കോമൺ ഫീച്ചേഴ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈമോസിൻ ആൻഡ് കോർട്ടിസോൾ. സോ ഇതിൽ ഓഡ് വൺ എന്ന് പറഞ്ഞത് എന്താണ്? തൈമോസിൻ ആണ്. കാരണം എന്താ? ബാക്കിയുള്ള ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, കോർട്ടിസോൾ ഇതൊക്കെ എന്തിനെ ഹെൽപ്സ് ഉണ്ട്? ഇറ്റ് ഹെൽപ്സ് ദ മെറ്റബോളിസം ഓഫ് ഗ്ലൂക്കോസ്. നമുക്കറിയാം ഇൻസുലിനും ഗ്ലൂക്കഗോണും എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻസുലിൻ ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഇൻസുലിൻ അതുപോലെ തന്നെ ഗ്ലൂക്കഗോൺ ഒക്കെ എന്താണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും ഹാവ് എ സ്പെഷ്യൽ റോൾ ഇൻ ദ കൺട്രോളിങ് ദ ഗ്ലൂക്കോസ് മെറ്റബോളിസം. അല്ലെങ്കിൽ ഷുഗർ ലെവല്, ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇൻസുലിൻ എന്താണ് ബ്ലഡ് ഷുഗർ കൂടുന്ന സമയത്ത് നമ്മളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, ഇൻസുലിൻ സഹായിക്കും. അത് കൂടുമ്പോൾ എന്താണ് ഗ്ലൂക്കഗോണും ബാലൻസ് ചെയ്യും. ഇവരുടെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആയിട്ടുള്ള അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഷുഗർ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോർട്ടിസോളും എന്തിന് സഹായിക്കുന്നുണ്ട്? ഗ്ലൂക്കോസിന്റെ മെയിൻ്റെനൻസിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതിൽ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ അതേപോലെ കോർട്ടിസോൾ ഈ 3 ഹോർമോൺസും എന്തിനാണ് സഹായിക്കുന്നത്? ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇൻസുലിനും ഗ്ലൂക്കഗോണും പാൻക്രിയാസിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? പാൻക്രിയാസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞ സെല്ലിനാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് അതിലെ കോമൺ ഫീച്ചേഴ്സ് എഴുതിയിട്ട് മറ്റതിന്റെ ഇത് എഴുതാനാണ് പറഞ്ഞത്. അതായത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കോമൺ ഫീച്ചേഴ്സ്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈമോസിൻ, കോർട്ടിസോൾ. സോ ഫ്രം വിച്ച് വി ഐഡന്റിഫൈ ദാറ്റ് തൈമോസിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഓഡ് വണ്ണ്. അതേഴ്സ് റിലേറ്റഡ് ടു ദ മെറ്റബോളിസം ഓഫ് ദ ഗ്ലൂക്കോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കൊടുത്തിട്ടുള്ളത് ഈ പിക്ചറിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ഐഡന്റിഫൈ ചെയ്യാനാണ്. നമുക്കറിയാം ഡിയോഡനത്തിന്റെ അടുത്ത് കാണപ്പെടുന്ന ഗ്ലാൻഡ് എന്താണ്? പാൻക്രിയാസ് ആണ്. ഓക്കെ, സോ അതിലുള്ള പിക്ചേഴ്സ് എന്ത് ചെയ്യുക? നിങ്ങളെ എല്ലാ ചാപ്റ്ററിലുള്ള പിക്ചേഴ്സിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട്. പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ഇയറിലും വന്ന് കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Examine the condition given below and answer the question. താഴെ നൽകുന്ന കണ്ടീഷൻസ് എക്സാമിൻ ചെയ്യാനും. ബ്ലഡ് കാൽഷ്യം ഈസ് ലെസ് ദാൻ നോർമൽ. വിച്ച് ഹോർമോൺ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഓക്കെ, കാൽഷ്യം ലെവൽ കുറയുന്ന സമയത്ത് ഏത് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നെക്സ്റ്റ്, റേറ്റ് എനി വൺ ഓഫ് ആക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ഇൻക്രീസ്. ബ്ലഡിലെ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് എത്രത്തോളമാണ് ഈ ഹോർമോൺ സഹായിക്കുന്നത്? നമുക്കറിയാം ബ്ലഡിലെ കാൽഷ്യം ലെവൽ കുറയുന്ന സമയത്ത് പാരാതെർമോൺ കൂടുമ്പോൾ കാൽസിട്രോൺ ആണ് എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ടിന്റെയും പ്രൊഡക്ഷൻ ആണ് എന്ത്? ബ്ലഡിലെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ ആൻഡ് റേറ്റ് എനി വൺ ഓഫ് ദ ആക്ഷൻ ഓഫ് ഹോർമോൺ ഈസ് ഇൻക്രീസ് ദ ബ്ലഡ് ലെവൽ. നമ്മൾ പറഞ്ഞു കാൽഷ്യം ലെവൽ കുറയുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പാരാതെർമോൺ ആണ്. ഈ പാരാതെർമോൺ എങ്ങനെയാണ് കാൽഷ്യം ലെവൽ കുറക്കുക? റീഅബ്സോർബ്സ് കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ് ഓർ പ്രിവെന്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺ. അതായത് നമ്മുടെ ബ്ലഡിലും കിഡ്നിയിലും കാൽഷ്യം ഒക്കെ എന്നത് ബോണിൽ പോയിട്ട് സ്റ്റോറേജ് നടക്കും. സോ അപ്പൊ അവിടെ കാൽഷ്യത്തിന്റെ അക്യുമുലേഷൻ ഉണ്ടാകും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ ആര് സഹായിക്കും? പാരാതെർമോൺ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? റീഅബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ് ഓർ പ്രിവെന്റ് ദ സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, പിക്ചർക്ക് റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ എക്സ് പാർട്ട് ഏതാണ് ആൻഡ് വൈ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്സ് ഓഫ് എക്സ് ആൻഡ് വൈ. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറഞ്ഞ റീജിയൻ എന്താണ്? കോക്ലി ആണ്. ദ വൈ എന്ന് പറഞ്ഞ റീജിയൻ എന്താണ്? ഓഡിറ്ററി കനാലാണ്. സോറി, വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്ലി ആണ്. എക്സ് എന്താണ്? ഓഡിറ്ററി കനാലാണ്.
X is auditory nerve or canal. Sorry, canal അല്ല nerve ആണ്. Auditory nerve and Y എന്താണ് cochlea. അതിന്റെ ഫംഗ്ഷൻ ആണ് auditory nerve it carry impulses to the brain and experience hearing. അതായത് നമ്മൾ എന്ത് ചെയ്യാം ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് ക്യാരി ചെയ്തിട്ട് നമുക്ക് ഹിയറിംഗ് പോസിബിൾ ആക്കി തരും. Okay, next question. A child doubt is given below and analyze the sentence and write your own conclusion. അതായത് ഒരു കുട്ടിയുടെ ഡൗട്ട് ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൺക്ലൂഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Okay. If sympathetic system is helped to overcome emergency situation and what is the use of epinephrine and non-epinephrine? Okay, not അല്ല non-epinephrine ആണ്. If sympathetic system നമുക്ക് എന്തിനും എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും നമ്മളെ സഹായിക്കും അല്ലെ, അതാണ് ചോദിച്ചത്. അതായത് epinephrine and norepinephrine continuously act as sympathetic system is stimulated. അതായത് അത് നമ്മൾ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ഹെൽപ്ഫുൾ ആണെന്ന് അവിടെ എന്ത് ചെയ്യണം പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കറിയാം എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ് അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഇന്നർ മെഡുലർ റീജിയനിൽ നിന്നാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് എമർജൻസി സിറ്റുവേഷനിൽ നമ്മളെ ബോഡിയിലെ ആക്ഷൻസ് ഇതാക്കാനായിട്ട് സഹായിക്കും. സിമ്പത്തറ്റിക് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ട് എപ്പിനെഫ്രിൻ നമ്മളെ സഹായിക്കും. എപ്പിനെഫ്രിനോട് ചേർന്നിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ആരും നോർ എപ്പിനെഫ്രിനും എന്തിനു സഹായിക്കും ഈ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് റീഅറേഞ്ച് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. ഈ ക്വസ്റ്റ്യൻസ് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഇയറിലും. ചില ഇയറിൽ 6 പോയിന്റ്സ്, 4 പോയിന്റ്സ് ഉള്ളു, ചില ഇയറിൽ 5 പോയിന്റ്സ് അല്ലെങ്കിൽ 6 പോയിന്റ്സ് ഒക്കെ അഡീഷണൽ ഉണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഓർഡർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, rearrange the statement given below. നോക്കാം. Aromatic particles dissolve in mucus and stimulate the olfactory receptors. Olfactory means smell. Aromatic particles enter the nostrils through the inhaled air. Impulses reach the brain and experience the smell, generate impulses. Okay, അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാണ് ഓർഡർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്താ അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ BADC. അതായത് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് അരോമാറ്റിക് പാർട്ടിക്കിൾ എൻ്റർ ദ നോസ്ട്രിൽസ് ത്രൂ ദ ഇൻഹേൽഡ് എയറിലൂടെ എന്താണ് അരോമാറ്റിക് പാർട്ടിക്കിൾസ് നോസ്ട്രിലേക്ക് എന്ത് ചെയ്യും എൻ്റർ ചെയ്യും. അതിനുശേഷം അരോമാറ്റിക് പാർട്ടിക്കിൾ ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അതായത് അവിടെ ഉണ്ടാക്കുന്ന മ്യൂക്കസിൽ ഉണ്ടാവും ഈ അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യും സ്റ്റിമുലേറ്റ് ചെയ്യും. ദെൻ ഫർദർ അതിന്റെ ഫലമായിട്ട് എന്ത് generate the impulses and impulses reach the brain and experience the smell. അല്ലെ, ഫൈനലി ആണ് എന്ത് ചെയ്യാം ഇമ്പൾസസ് ബ്രെയിനിൽ റീച്ച് ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യും എക്സ്പീരിയൻസ് ദ സ്മെൽ. ഓക്കെ, അപ്പൊ ഇതെന്തായാലും നോട്ട് ചെയ്തേക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസിനെ പല ഇയറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് അഡീഷണലി കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് ആണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അനലൈസ് ദ ഗിവൺ സെന്റൻസ്. ഗിവൺ സെന്റൻസ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കളർ ബ്ലൈൻഡഡ് പേഴ്സൺ നോട്ട് സെലക്ടഡ് ഫോർ ജോബ് ലൈക്ക് ദാറ്റ് ഓഫ് പൈലറ്റ് ആൻഡ് ഡ്രൈവർ ആൻഡ് എക്സെട്ര. ഓപ്ഷൻ 8B എന്താ പറയുന്നത്? 8B, peers have the ability to destroy the germs. C, no vision at blind spot. Okay, ഈ സെന്റൻസ് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അതിൽ കളർ ബ്ലൈൻഡഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റില്ല, പൈലറ്റ് ഡ്രൈവർ ഉള്ള ജോബിനെ എന്ത് ചെയ്യാൻ പറ്റില്ല സെലക്ട് ചെയ്യില്ല. ബിക്കോസ് കളർ ബ്ലൈൻഡ്നെസ് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഡിസീസ് കോഴ്സും അത് അതിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. അതായത് നമുക്കറിയാം കോൺസെൽസ് ഉണ്ട്, റോഡ് സെൽസ് ഉണ്ട്. കോൺസെൽസ് ഹാവ് എ ടെൻഡൻസി ടു ഡിറ്റക്ട് കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, കോൺസെൽസിന് ഉണ്ടാകും. അതായത് ഈ കോൺസെൽസിനെ ഡിഫക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് കോൺസെൽസ് പ്രധാനമായിട്ടും റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ കളേഴ്സ് ആണ് എന്ത് ചെയ്യുക ഡിറ്റക്ട് ചെയ്യാം. എന്നാൽ കോൺസെൽസിന്റെ ഡിഫക്ട് അല്ലെങ്കിൽ അതിന് ഡിഫക്ഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താണ് കോൺസെൽസ് തകരാറിലാവുകയും റെഡ്, ഗ്രീൻ, ബ്ലൂ പോലുള്ള കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതാകും. സോ അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം ട്രാഫിക് സിഗ്നൽസും കാര്യങ്ങളൊക്കെ ശരിക്കും അനലൈസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം വെഹിക്കിൾസ് ഹാൻഡിൽ ചെയ്യാനും അത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. സോ എന്താ പറയാ കളർ ബ്ലൈൻഡഡ് പേഴ്സൺ എന്ത് ചെയ്യില്ല, they can't recognize certain colors properly, so they are not selected for the job like pilot and driver. Okay, next, peers have the ability to destroy germs. Yes, it's of course is right because നമുക്കറിയാം നമ്മുടെ കണ്ണുനീരിലെ ലൈസോസും എന്താണ് എൻസൈംസ് ഉണ്ട് which have a tendency to destroy the germs അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്ന പാർട്ടിക്കിൾസിനും ജേംസിനെ ഒക്കെ എന്താണ് ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, ലൈസോസൈമിന് ഉണ്ട്. The tears containing enzyme lysozyme destroy the germs. Next, no vision at blind spot. നമുക്കറിയാം അതിലെ വിഷൻ സാധ്യമാകുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യെല്ലോ സ്പോട്ട് ആണ്. യെല്ലോ സ്പോട്ട് എന്ന് പറഞ്ഞാൽ വിജയുടെ മാത്രമാണ് എന്ത്
വിഷൻ പോസിബിൾ ആവാം. ബ്ലൈൻഡ് സ്പോട്ടിൽ എന്താണ് വിഷൻ ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് there are no photoreceptors. അവിടെ photoreceptors എന്താണ് absent ആണ്. Okay, photoreceptors are absent, so no vision is possible in that region. Okay, അടുത്ത question. Yeah, this is very important ആണ്. കാരണം ഡിസോർഡേഴ്സ്. ഓക്കെ, ഇത് ഡിസോർഡേഴ്സ് തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. അതായത് തൈറോയിഡിന്റെ ലെവൽ കൂടുമ്പോഴും കുറയുമ്പോഴും നമുക്ക് കുറെ ഡിസീസ് ഉണ്ടാവും. സോ ആ ഡിസീസ് ആണ് എന്റെ ഇവിടെ പറയുന്നത്. അപ്പൊ അത് ഏതെല്ലാമാണ് ഡിസീസ്? നമുക്കറിയാം തൈറോയ്ഡ് ലെവൽ നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകും. എന്നാൽ തൈറോയ്ഡ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാകും. ഈ ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ലെവൽ കുറഞ്ഞതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? മെറ്റബോളിക് റേറ്റ് എന്ത് കുറയും? ഫ്ലഗ്നേഷൻസ് ഉണ്ടാവും. ദെൻ ബോഡിയിലെ വെയിറ്റ് എന്താണ്? ഗെയിൻ ചെയ്യാണ് ചെയ്യുക. ഇൻ കേസ് ഓഫ് എ ചൈൽഡ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു ന്യൂ ബോൺസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ തൈറോയ്ഡ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിന് കാരണമാകും? ഇൻക്രറ്റ്നസ് എന്ന് പറഞ്ഞ ഡിസോർഡറിന് കാരണമാകും. സോ അതിന്റെ ഫലമായിട്ട് മെറ്റബോളിക് റേറ്റ് കുറയും, മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ ഉണ്ടാക്കും. എന്നാൽ അത് മുതിർന്നവരിലാണ് തൈറോയ്ഡ് ലെവൽ കുറയുന്നത് മിക്സഡിമ എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകും. നെക്സ്റ്റ് ഹൈപ്പർ തൈറോയിഡിസം. ഈ തൈറോയിഡിന്റെ ലെവൽ എന്താണ്? വളരെയധികം കൂടുതലാണെങ്കിൽ അതാണ് ഹൈപ്പർ തൈറോയിഡിസം. അതിന്റെ ഫലമായിട്ട് എന്താണ്? ഹാർട്ട് റേറ്റ് കൂടും, മെറ്റബോളിക് റേറ്റ് കൂടും, എന്താണ് വെയിറ്റ് ലോസും ഉണ്ടാകും. ഓക്കെ, ഇതാണ് തൈറോയിഡുമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻസിന്റെ തൈറോയിഡിന്റെ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന മെയിൻ ഡിസോർഡർ. അതുപോലെ തന്നെ നമുക്കറിയാം തൈറോയിഡിന് എന്താണ് ഗ്ലാൻസിന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അയഡിൻ എന്ന് പറയുന്നത്. സോ ഈ അയഡിന്റെ ഡെഫിഷ്യൻസി കാരണം തൈറോയിഡിന്റെ പ്രൊഡക്ഷൻ എന്തെയും ബ്ലോക്ക് ആവും. സോ അതിന്റെ ഫലമായിട്ട് നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെയും സ്വെല്ലൻ ചെയ്യും അല്ലെങ്കിൽ എൻലാർജ് ചെയ്യും. സോ ഈ നെക്ക് റീജിയനിൽ. സോ അതിന്റെ ഫലമായിട്ട് അവിടെ എന്താണ് ഒരു സ്വെള്ളൻ ആയിട്ട് നിൽക്കും. സോ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഗോയിറ്റർ എന്ന് വിളിക്കും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസസ്. അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാനിത് ഇവിടെ നോട്ട് ചെയ്യാത്തത് ബിക്കോസ് പ്രീവിയസ്ലി ക്ലാസ്സസ് ഒക്കെ ടേക്കൺ ആണ്. സോ ഞാനിത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ അത് റിക്കവർ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഫർദർ ദാറ്റ് യു ക്യാൻ കോൺടാക്ട് മീ ഓർ യു ക്യാൻ കമന്റ് മീ. Okay, rearrange the column B and C according to the column A. ഫസ്റ്റ് എന്താണ്? ഡിസോർഡർ മിക്സെഡിമ. വാട്ട് യു മീൻ ബൈ ഇത്? മിക്സെഡിമ. മിക്സെഡിമ എന്ന് പറയുന്ന ഡിസോർഡർ പറഞ്ഞു. അതായത് ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോക്സിന്റെ എന്താണ് കുറയാണ് ചെയ്യല്. തൈറോക്സിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുകയാണ്. കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ അല്ല, പ്രോലോങ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ അഡൽട്ട്. അല്ലെ, മിക്സെഡിമ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡൽട്ടില് മിക്സെഡിമ, അതായത് പ്രോലോങ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ അഡൽട്ട്. അഡൽട്ടില് തൈറോയിഡിന്റെ എന്താണ് ഡെഫിഷ്യൻസി, പ്രോലോങ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ അഡൽട്ട് ആണ് എന്ത്? മിക്സെഡിമ. നമുക്ക് ഇത് കണക്ട് ചെയ്യാം. അതിന്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞു. അതുണ്ടായി കഴിഞ്ഞാൽ മെറ്റബോളിക് റേറ്റ് കുറയും. ഓക്കെ, ലോ മെറ്റബോളിക് റേറ്റ് ആൻഡ് ദെൻ സ്ലഗ്ഗിഷ്നെസ് ഒക്കെ എന്തിനുണ്ട് കാരണമാണ്? മിക്സെഡിമക്ക് റീസൺ ആണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ലെവൽ എന്താണ്? അവിടെ കൂടാണ് ചെയ്യുക. സോ കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടാണ്. സോ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിന്റെ ഫലമായിട്ട് മെറ്റബോളിക് റേറ്റ് എന്താണ്? ഹൈ മെറ്റബോളിക് റേറ്റ് വെയിറ്റ് ലോസിനും കാരണമാകും. നെക്സ്റ്റ് ഗോയിറ്റർ ഞാൻ പറഞ്ഞു. the deficiency of എന്താണ്? the production of thyroxine is blocked in the absence of iodine. So അയഡിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിന്റെ പ്രൊഡക്ഷനും എന്തെയും ബ്ലോക്ക് ചെയ്യും. സോ the production of thyroxine is blocked in absence of അയഡിന്റെ ആബ്സൻസ് കാരണം തൈറോക്സിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? ബ്ലോക്ക് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്താണ്? സ്വെള്ളൻ ചെയ്യും. നമ്മുടെ ആ പാർട്ട് സ്വെള്ളൻ ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞത്. അതായത് തൈറോയ്ഡ് ഗ്ലാൻസ് എന്തെയും എൻലാർജ് ചെയ്യും. ഓക്കെ, ആൻസർ അഥവാ മിക്സഡിമ എന്ന് പറഞ്ഞ പ്രോലോങ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൽട്സ് ആണ്. അതിന്റെ ഫലമായിട്ട് ലോ മെറ്റബോളിക് റേറ്റ് സ്ലഗ്ഗിഷ്നെസ്സിന് കാരണമാകും. Then hyperthyroidism, continuous and excessive production of thyroxine, so it causes high metabolic rate. അതിന്റെ ഫലമായിട്ട് വെയിറ്റ് ഗെയിനിങ് ആണ്, weight loss ആണ് ഉണ്ടാവുക. Goiter, the production of thyroxine is blocked in the absence of iodine. Iodine absence thyroxine production അവിടെ ബ്ലോക്ക് ചെയ്യും. അതിന്റെ ഫലമായിട്ട് തൈറോയ്ഡ് ഗ്ലാൻസ് എന്തെയും എൻലാർജ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ പോർഷൻ അതായത് ഈ ഡിസീസ് അപ്പോ ഡിസീസ് അഫക്റ്റിംഗ് ഓൺ ദ നെർവ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്, നമ്മുടെ ഐനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്, പിന്നെ അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്. ഈ മൂന്ന് കാര്യങ്ങളും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നുള്ളത് ഷുവർ ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പാർട്ടിൽ ഇങ്ങനെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ പിക്ചറും നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെതായ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം
ഏതെങ്കിലും ഒരു പിക്ചർ അല്ലെങ്കിൽ 2-3 പിക്ചർ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, ഗിവൺ നെയിം ദ മസിൽ ലേബിൾഡ് ആസ് എക്സ് ആൻഡ് വൈയിൽ ലേബിൾ ചെയ്തിട്ടുള്ള മസിൽസ് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ. നെക്സ്റ്റ്, വിച്ച് ഫിഗർ ഷോ ദ ചേഞ്ച് ഇൻ ദ പ്യൂപ്പിൾ ഇൻ ദ ഡിംലേറ്റിലെ പ്യൂപ്പിളിന്റെ ചേഞ്ച് കാണിക്കുന്ന പിക്ചർ ഏതാ ചോദിച്ചിരുന്നു. നെക്സ്റ്റ്, ഹൗ ഡസ് ദ മസിൽ പ്രോസസ് ചേഞ്ച് ഇൻ ദ പ്യൂപ്പിൾ ഇൻ ഡിംലേറ്റിൽ എങ്ങനെയാണ് ഈ പ്യൂപ്പിളിൽ ഡയലേഷൻ ഉണ്ടാകുന്ന കാരണം, അതെങ്ങനെയാണ് പ്രോസസ് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് സർക്കുലർ മസിൽ ആൻഡ് റേഡിയൽ മസിൽസ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്? സർക്കുലർ മസിലും ദ വൈ എന്ന് പറഞ്ഞാൽ റേഡിയൽ മസിൽസ് ആണ്. ഫിഗർ 1 ആണ് എന്ത് പ്യൂപ്പിളിന്റെ ഡിംലേറ്റിലുള്ള ആ ഒരു ചേഞ്ച് കാണിക്കുന്നത്. പിന്നെ അതിന്റെ റീസൺ കാര്യങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അതായത് ഇൻ ഡിംലേറ്റ് റേഡിയൽ മസിൽസ് ആർ കോൺട്രാക്ട് ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് പ്യൂപ്പിൾ. അതായത് ഡിംലേറ്റിന്റെ സമയത്ത് എന്താണ് റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, അതിന്റെ ഫലമായിട്ട് പ്യൂപ്പിൾ എന്താണ് സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആൻഡ് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഞാൻ അവിടെ വിട്ടുപോയതാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഹിൻസ് ആണ്. സോ ഓർഗൻ സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്, യൂറിനറി ബ്ലാഡർ ആൻഡ് ആൻസർ ഡിസ്കസ് ചെയ്യാം. അതായത് എന്ന് പറഞ്ഞാൽ സിമ്പത്തറ്റിക് സിസ്റ്റം ആണ്. സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. പിന്നെ ഗ്ലൈക്കോജൻ എന്താണ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ. നോർമൽ സ്റ്റേറ്റിലെത്തും, യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ്, hints related to the endocrine gland are given below. Analyze it and answer the question. Okay, endocrine സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. Locate at the center of the brain. ബ്രെയിനിന്റെ സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. Produce the hormone and that helps to maintain the rhythm of daily activity. Okay, പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നെയിം ദ ഗ്ലാൻഡ് ആൻഡ് ഹൗ ഡസ് ദ ഹോർമോൺ മെൻഷൻ ഹിയർ ഇൻഫ്ലുവൻസ് സ്ലീപ്പ് ആൻഡ് വേക്കിംഗ് അപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write another function of this hormone. Okay, നമ്മൾ പേജ് നമ്പർ 47 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പേജ് നമ്പർ 47 ഫിഗർ 3.7 എന്ന് പറഞ്ഞ ഒരു ഫിഗർ ഉണ്ട്. ഈ 3.7 ഉണ്ടാകുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫിഗർ ആണ്. സോ അതിൽ കുറച്ച് മാർക്കിങ്സ് ഉണ്ട് അടയാളപ്പെടുത്താനുള്ളത്. ആ ഒരു അത് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ നോട്ട് ചെയ്യാൻ മറന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ, അതിന്റെ പാർട്സ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനും പഠിച്ചിരിക്കണം. ഓക്കെ, പേജ് നമ്പർ 47 3.7 ഫിഗർ കേട്ടോ. ഓക്കെ, എന്താണ് നെയിം ദ ഗ്ലാൻഡ്? പൈനിയർ ഗ്ലാൻഡ് ആണ്. ഹൗ ഡസ് ദ ഹോർമോൺ മെൻഷൻ ഹിയർ ഇൻഫ്ലുവൻസസ് സ്ലീപ്പ് ആൻഡ് അവേക്ക് സൈക്കിൾ. നമുക്കറിയാം പൈനിയർ ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ആൻഡ് വേക്കപ്പ്, അതായത് നമ്മളെ റിതം, നമ്മളെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നതാണ് ഈ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ അറിതം കൺട്രോൾ ചെയ്യാൻ ആര് സഹായിക്കുന്നുണ്ട്? മെലാറ്റോണിൻ. നമുക്കറിയാം ഒരേ സമയത്ത് കിടക്കും ഒരേ സമയത്ത് എണീക്കും വേണമെന്ന് പറഞ്ഞ കാരണം ആ ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നവർക്കാണ് ആ ഒരു ശീലം ഉണ്ടാവുക. അല്ലാത്തവരിൽ എന്താണ് ഒരു ഇറഗുലാരിറ്റി ഉണ്ടാകും. ആ ഇറഗുലാരിറ്റി എന്താണ് ഹോർമോണൽ ഇംബാലൻസിനും കാരണമാകും. ഓക്കെ, ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ മെലാറ്റോണിൻ ഹൈ അറ്റ് നൈറ്റ് ആൻഡ് ലോ അറ്റ് ഡേ ടൈം. പിന്നെന്താണ് അനദർ ഫംഗ്ഷൻ ആണ് കൺട്രോൾ reproductive activities of organisms having definite reproductive rates. Definite ആയിട്ട് reproductive rate ഉള്ള ഓർഗാനിസത്തിന്റെ അഥവാ പ്രജനന ശേഷിയുള്ള ഓർഗാനിസത്തിന്റെ reproductive activitiesനെ ആര് കൺട്രോൾ ചെയ്യും? ഈ മെലാറ്റോണിൻ കൺട്രോൾ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ആക്ഷൻ ഓഫ് ഹോർമോൺ produced by beta cells of islets of Langerhans maintain blood glucose level without increasing. Which hormone is mentioned here? നമുക്കറിയാം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഇൻസുലിനും ഗ്ലൂക്കഗോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ പ്രൊഡ്യൂസ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വിതൗട്ട് ഇൻക്രീസിങ്. സോ ഇൻക്രീസ് ചെയ്യാതെ സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് എഴുതാൻ പറഞ്ഞു, ഇൻസുലിൻ. വാട്ട് ഹാപ്പൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഹോർമോൺ ആൻഡ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇസ് ഡിക്രീസ്. സോ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യും. ഹൗ ഡസ് ദിസ് ഹോർമോൺ റെഗുലേറ്റ് ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? Insulin accelerates cellular uptake of glucose molecule and helps to convert glucose into glycogen in the liver and the muscle. അതായത് നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് എന്താണ് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അതിനെ ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നാൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ രണ്ട് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് ഔട്ടർ ഇയറിന്റെ ഒരു പിക്ചറാണ്. നെയിം ആൻഡ് ദ ലേബൽ ദ ഫോളോവിംഗ് പാർട്ട് ആണ്. റിസീവ്ഡ് ഫസ്റ്റ് പാർട്ട് ദാറ്റ് റിസീവ്ഡ് സൗണ്ട് വേവ്, സൗണ്ട് വേവിനെ റിസീവ് ചെയ്യുന്ന പാർട്ട് അത് ഇതിൽ ലേബൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചില കേസ് നമുക്കറിയാം എപ്പോഴും പോയിന്റ് തന്നിട്ട് അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇപ്പൊ എന്താണ് പോയിന്റ് നമ്മൾ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമുക്ക് വരുന്നു. പാർട്ട് വിത്ത് സ്മാൾ ഹെയർ ആൻഡ് ബാക്ക് പ്രസന്റ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. ചോദിച്ചിട്ടുള്ളത് സൗണ്ട് വേവ് റിസീവ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? നമുക്കറിയാം പിന്നാന്ന് പറഞ്ഞ റീജിയൻ ആണ് സൗണ്ട് വേവ് എന്ത് ചെയ്യുക റിസീവ് ചെയ്യുക. ഇവിടെ നിന്നും എന്താണ് ഇത് ഓഡിറ്ററി കനാലാണ്. ഇവിടെ എന്തിന്റെ ടിംബാനം ഉണ്ട്. ടിംബാനത്തിലേക്കാണ് എന്ത് ചെയ്യുക സൗണ്ട് വേവ്സ് ആക്കുക. അപ്പൊ ഇവിടേക്ക് എന്തുണ്ടാവും ഹെയർസ് ഉണ്ടാവും പ്രസന്റ് ആയിട്ടുള്ളത്. ഓഡിറ്ററി കനാലിൽ എന്താണ് ഹെയർസ് പ്രസന്റ് ആണ്. പിന്നെ എങ്ങനെയാണ് അത് ബോഡി ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ പ്രഷർ ഓൺ ഐദർ സൈഡ് ഓഫ് പാർട്ട് ആൻഡ് ദാറ്റ് വൈബ്രേറ്റ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ് ഇസ് മെയിൻറ്റെയിൻഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ലേബൽ ചെയ്ത പോർഷൻ പിന്നെ ആൻഡ് ഓഡിറ്ററി കനാലാണ്. ദ യൂസ്റ്റേഷൻ ട്യൂബ് കണക്റ്റഡ് ദ മിഡിൽ എയർ ആൻഡ് ഫാരിങ്സ് കൺട്രോൾ ദ ബോഡി ബാലൻസ്. നമുക്കറിയാം പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിക്ചർ ടെക്സ്റ്റ് നല്ല നീറ്റിൽ കൊടുത്തിട്ടുണ്ട് കാര്യം. ഓക്കെ, നമുക്കിവിടെ തിമ്പാനം എന്നിട്ട് പറഞ്ഞു. ഈ തിമ്പാനത്തിന്റെ ഇവിടെ നിന്നിട്ട് ഒരു ഇത് വരുന്നുണ്ട്. അതായത് നമ്മൾ ഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷൻ ട്യൂബ് ഉണ്ട്. ഈ യൂസ്റ്റേഷൻ ട്യൂബാണ് നമുക്ക് എന്ത് സഹായിക്കുന്നത് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, ലെ ക്വസ്റ്റ്യൻസ് ആണ് അതുവരെ ഡിസ്കസ് ചെയ്തത്. റീസെന്റ് നടന്ന എക്സാമ്പിളുടെ 2023 പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നിട്ടുണ്ട്. സോ അതെല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, 2022 ദ പാർട്ട് വിത്ത് റെഗുലേറ്റ് ദ സ്പീഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ദാറ്റ് ആൻസർ സിനാപ്സിസ് ആണ്. നെക്സ്റ്റ്, ചൂസ് ദ നോർമൽ ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബ്ലഡ്. ബ്ലഡിലെ കാൽഷ്യം ലെവൽ എന്ന് പറഞ്ഞാൽ 9 to 11 mg/100 ml. Correct the mistake in underlined portion. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നല്ലോണം വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ ഏതെങ്കിലും ഒരു പോർഷൻ അണ്ടർലൈൻ ചെയ്യും. ആ പോർഷൻ എന്ത് ചെയ്യും കറക്റ്റ് ആണോ അല്ലെന്ന് നിങ്ങൾ പറയും. ഓക്കെ, ദ ഹോർമോൺ തൈമോസിൻ ഹെൽപ്പ് ടു കൺട്രോൾ റിതം ഓഫ് അവർ ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞു ഡെയിലി ആക്ടിവിറ്റീസിന്റെ റിതം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാണ്? മെലാറ്റോണിൻ ആണ്. അത് എവിടുന്നാണ്? പൈനിയൽ ഗ്ലാൻഡിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്നും അറിയപ്പെടും. പിന്നെ അതേപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ റിപ്രൊഡക്റ്റീവ് പീരിയഡ്സിനെ കൺട്രോൾ ചെയ്യാനും ആര് സഹായിക്കും? മെലാറ്റോണിൻ സഹായിക്കും. തൈമോസിൻ ഇസ് കോൾഡ് യൂത്ത് ഹോർമോൺ. വി നോ ദാറ്റ് തൈമോസിൻ എന്ന് പറഞ്ഞ യൂത്ത് ഹോർമോൺ ആണ്. നമ്മുടെ ഹാർട്ടിന്റെയും അതേപോലെ തന്നെ ലങ്സിന്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഹോർമോൺ ആണ് തൈമോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് നമ്മൾ കുഞ്ഞു ഇൻഫാന്റിലാണ് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക ആക്റ്റീവ് ആവുക. അതിൽ നിന്നാണ് ലിംഫോസൈറ്റുകളൊക്കെ പ്രൊഡ്യൂഷൻ ചെയ്യുന്നത്. നമ്മൾ വലുതാക്കും തോറും എന്താണ് അതിന്റെ ഹോർമോണിന്റെ അതിന്റെ പ്രൊഡക്ഷൻ എന്താണ് കുറയും ചെയ്യും. സോ നമുക്കറിയാം ചെറുപ്പത്തിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. വലുതാവും തോറും ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ഈ തൈമോസിൻ എന്ന് പറഞ്ഞ ഈ യൂത്ത് ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറവാണ്. പൈനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ തൈമോസിൻ. നോ, തൈമസ് ഗ്ലാൻഡ് ആണ് തൈമോസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, all hormone don't function in all cells. അതായത് എല്ലാ ഹോർമോണും എല്ലാ സെൽസിലും എന്ത് ചെയ്യുന്നില്ല ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഓരോ ഹോർമോണും സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതിന്റെ റീസൺ ആണ് പറയുന്നത്. ഇറ്റ് ഓൺലി വർക്ക്സ് ഓൺ ദ സെൽ ദാറ്റ് ഹാവ് റിസപ്റ്റേഴ്സ്. അഥവാ ഓരോ ഹോർമോൺസിലും അതിൻ്റെതായിട്ടുള്ള ടാർഗറ്റ് സെൽസ് ഉള്ളിടത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ അത് ആക്ട് ചെയ്യുള്ളൂ. ആൻഡ് ദാറ്റ് റെക്കഗ്നൈസ് ആൻഡ് അക്സെപ്റ്റ് ദ ഹോർമോൺ. സോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുക ആ ടാർഗറ്റ് സെൽസിൽ പോയിട്ട് എന്ത് ചെയ്യും ഹോർമോണിനെ അക്സെപ്റ്റ് ചെയ്യും. ആൻഡ് ഹോർമോൺ റിസപ്റ്റർ ഇൻ ദ സെൽ മെംബ്രെയിനിൽ എന്തുണ്ടാവും ഓരോ ഹോർമോണിനെ റിസപ്റ്റ് ചെയ്യാൻ റിസപ്റ്റേഴ്സ് ഉണ്ടാവും. സോ ആ റിസപ്റ്റേഴ്സ് ഉള്ളിടത്തേക്കാണ് ഓരോ ഹോർമോൺസും പോവുക. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും അവർ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സസ് ഫോം ചെയ്യും. സോ അങ്ങനെയാണ് ഈ ഹോർമോൺ കോംപ്ലക്സ് അല്ലെങ്കിൽ റിസപ്റ്റർ റിലേഷൻ എന്ത് ചെയ്യാം നടന്നു പോകുന്നത്. സോ അതുകൊണ്ടാണ് എല്ലാ ഹോർമോൺസും എല്ലാ റീജിയനിൽ പോയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. അതായത് it only work on cells that have receptors and that recognize and accept the hormone receptor in the cell membrane. When the compound is formed, the chemical inside the cell are activated. ഇത് ആൻസർ കീഴിലുള്ള ആൻസർ ആണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ എന്ത് ചെയ്യുക ആൻസർ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്, ഫോർമേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ഐ സിമിലർ ദ ഫോർമേഷൻ ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അല്ലേ? ഓക്കെ, അത് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് ചാപ്റ്ററോടെ അല്ലെങ്കിൽ രണ്ട് പോർഷൻസ് ക്ലബ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.
ഐഡന്റിഫൈ ദ ഫ്ലൂയിഡ് ദ ഐയിൽ ഫ്ലൂയിഡ് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. അക്വസ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡും അക്വസ് ഫ്ലൂയിഡും തമ്മിലുള്ള ഒരു കോമൺ സിമിലാരിറ്റി എന്ന് പറഞ്ഞാലും ഇത് രണ്ടും എന്താണ്, പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്ലഡ് ആണ്. ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യുക, ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഫംഗ്ഷൻ പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നോറിഷ്മെന്റ് ടു ദ സെല്ല്. അതായത് രണ്ടിന്റെ പ്രൊഡക്ഷൻ ബ്ലഡിൽ വെച്ച് നടക്കും, അതിന്റെ റീഅബ്സോർപ്ഷൻ ബ്ലഡിലേക്ക് തന്നെ നടക്കും. അതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെയും അക്വസ് ഫ്ലൂയിഡിന്റെയും കോമൺ ആയിട്ടുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അക്വസ് ഫ്ലൂയിഡും അതേപോലെ തന്നെ വിട്രിയസ് ഹ്യൂമർ ഉണ്ട്, അക്വസ് ഹ്യൂമർ ഉണ്ട്, വിട്രിയസ് ഹ്യൂമർ ഉണ്ട്. അക്വസ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ലെൻസിന്റെയും കോർണിയന്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു റീജിയൻ ആണ് അക്വസ് ഹ്യൂമർ. പിന്നെ എന്നാൽ റെറ്റിനയുടെയും ലെൻസിന്റെയും ഇടയിൽ കാണപ്പെടുന്ന റീജിയൻ ആണ് വിട്രിയസ് ഹ്യൂമർ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കുറെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് വാട്ട് ഇൻഡിക്കേറ്റഡ് ദ ചേഞ്ച് ഇൻ ലെൻസ് ആൻഡ് വൈൽ വ്യൂയിങ് ദ നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫിഗർ ബിയിലാണ് ആ ചേഞ്ച് ഉണ്ടാവുക, അവിടെ എൻലാർജ്മെന്റ് ഉണ്ടാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഞാൻ അഗെയിൻ പറഞ്ഞു ഡെഫിഷ്യൻസി ഡിസീസസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നൈറ്റ് ബ്ലൈൻഡസ് ആണ്. നൈറ്റ് ബ്ലൈൻഡസിന്റെ പ്രധാന റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി ആണ് എന്ത് നൈറ്റ് ബ്ലൈൻഡസിന്റെ കാരണം. അതിന്റെ ഫലമായിട്ട് റെറ്റിനാലിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും. cannot see the clearly in dim light. ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, dim ലൈറ്റിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. prolonged deficiency of vitamin A ന്റെ ഫലമായിട്ട് എന്തിനു കാരണമാകും, ജെറോഫ്താൽമിയക്ക് കാരണമാകും. സോ അതിന്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ജെറോഫ്താൽമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ സിംറ്റം കൺജക്റ്റീവ, അതേപോലെ തന്നെ കോർണിയൊക്കെ എന്തായാലും ഡ്രൈ ആൻഡ് ഒപ്പക്കായി മാറും. ഡിഫക്ട് ഓഫ് കോൺസെൽ, കോൺസെൽസിന്റെ ഡിഫക്റ്റീവായി ഉണ്ടാകുന്ന രോഗമാണ് കളർ ബ്ലൈൻഡ്നെസ്. അതായത് ഡിസ്റ്റിംഗ്വിഷ് ദ റെഡ് ആൻഡ് ഗ്രീൻ കളറിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി വഴി ഉണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, റെറ്റിനാലിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയും. നെക്സ്റ്റ് ജെറോഫ്താൽമിയ, അതായത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എന്റെ പ്രോലോങ്ഡ് ഡെഫിഷ്യൻസി വഴി ഉണ്ടാകുന്ന രോഗമാണ് ജെറോഫ്താൽമിയ. കൺജങ്ക്റ്റീവയുടെ കോർണിയയും ഡ്രൈ ആവുകയും അത് ഒപ്പക് ആയിട്ട് മാറുകയും ചെയ്യും ഇൻ ജെറോഫ്താൽമിയ കണ്ടീഷനിൽ. നെക്സ്റ്റ് പറഞ്ഞത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. അതായത് കോൺസെൽസിന് ഡിഫക്റ്റ് സംഭവിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാം, ഐ ആൻഡ് കോർണിയ ബിക്കം ഒപ്പക് ആകുന്ന ഏത് റീജിയനിലാണ്, ജെറോഫ്താൽമിയ ആണ്. നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ കേസിൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ആണ്. ഡിഫക്ഷൻ ഓഫ് കോൺസെൽസിന്റെ ഡിഫക്ഷൻ എന്താണ്, അത് കളർ ബ്ലൈൻഡ്നെസ് ആണ് കേട്ടോ. അതവിടെ മാറിപ്പോയതാണ്, ഇവിടെ കളർ ബ്ലൈൻഡ്നെസ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ ഇവിടെ എഴുതിയത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കളർ ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ, അത് ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ഒരു പാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോക്കിയിട്ട് പോകണം. ഇത് കാൽഷ്യം മെക്കാനിസത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. Analyze the illustration showing two activities that regulated the level of calcium in blood and answer the question. Bone, blood, kidney. XY എന്ന റീജിയൻ കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയാണ്, നെയിം ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് വൈ. ഓക്കെ, കിഡ്നിയിൽ നിന്നും ബ്ലഡിലേക്ക് കാൽഷ്യം എത്തുന്നത്. നെയിം ദ ഗ്ലാൻഡ് വിച്ച് സെക്രീറ്റ് ദ ഹോർമോൺ ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. റൈറ്റ് അനദർ ഫംഗ്ഷൻ ഓഫ് ഹോർമോൺ വൈ. ഓക്കെ, ഫസ്റ്റ് കിഡ്നിയിൽ നിന്നും ബ്ലഡിലേക്ക് കാൽഷ്യത്തിന് എത്തിക്കുന്നത് പാരാത്ത് ഹോർമോൺ ആണ്. ബ്ലഡിൽ നിന്നും ബോണിലേക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് വഴി. ഇറ്റ് പ്രിവെന്റ് സ്റ്റോറേജ് ഓഫ് കാൽഷ്യം ഇൻ ബോൺ. ഒക്കെ ബോണിൽ ഇതിന്റെ അത് ഒരു മെക്കാനിസം, ഒരു ഫ്ലോ ചാർട്ട് ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഇത് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ 2023 പിക്ചർ മാത്രം കൊടുത്തു. ഏതാണ് പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഫർദർ ആയിട്ട് 3 ക്വസ്റ്റ്യൻസും കൂടി എക്സ്ട്രാ ഉണ്ട്. Identify the gland indicated the figure. Name the digestive juice secreted by this gland. How does this gland regulate blood glucose level without falling below normal level? നമ്മൾ പറഞ്ഞു ഈ ഗ്ലാൻഡ് പാൻക്രിയാസ് ഗ്ലാൻഡ് ആണ്.
അവിടുന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. അതായത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ ആരെ സഹായിക്കും, ഈ പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് സഹായിക്കും. ഓക്കെ, ദിസ് അഗെയിൻ ഇന്നർ ഇയറിന്റെ ഒരു പോർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ് ആൻഡ് വൈ റീജിയനെ ഇതാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ കനാലും വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വെസ്റ്റിബ്യൂൾ. ഹൗ ഡസ് എക്സ് ആൻഡ് വൈ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബോഡി ബാലൻസ്? സോ നമ്മൾ ഇയറിന്റെ കേസിൽ എക്സ് ആൻഡ് വൈ, അതായത് വെസ്റ്റിബ്യൂളോ സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂൾസും എങ്ങനെയാണ് ബോഡി ബാലൻസിന് സഹായിക്കുന്നത്, അതേപോലെ തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബും എങ്ങനെയാണ് ഫാരിങ്സും തമ്മിലുള്ള ബോഡി ബാലൻസും, അത് രണ്ടും എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യണം. ഓക്കെ, due to the movement of head causes movement of hair cells and stimulate the impulses transmitted to cerebellum via vestibular nerves and which help to maintain the body balance. അതായത് നമുക്കറിയാം ഇമ്പൾസസ് വരുന്ന സമയത്ത് നമ്മുടെ ഇയറിംഗ് സഹായിക്കുന്നത് നമുക്കറിയാം ഹെയർ സെൽസിന്റെ മൂവ്മെന്റും ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ ഫലമായിട്ടാണ്. നമ്മുടെ തലയുടെ മൂവ്മെന്റിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ ഹെയർ സെൽസ് എന്ത് ചെയ്യും, ഹെയർ സെൽസിന് സ്റ്റിമുലേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ മൂവ്മെന്റ് ഉണ്ടാവും. സോ അതിന്റെ ഫലമായിട്ട് അവിടെ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ ഇമ്പൾസ് എന്താണ്, സെറിബെല്ലത്തിൽ നിന്ന് എന്താണ് സെറിബെല്ലത്തിലേക്ക് വെസ്റ്റിബുലാർ നേഴ്സ് വഴി, അതായത് സെമി സർക്കുലർ കനാലിന്റെ അടുത്തുള്ള വെസ്റ്റിബുലാർ നേഴ്സ് വഴി അത് എവിടേക്ക് എത്തും, സെറിബെല്ലത്തിലെ ഹിയറിംഗിന്റെ പോർഷനിലെത്തും. അങ്ങനെ നമുക്ക് എന്താവും, ഹിയറിംഗ് പോസിബിൾ ആവും. അതുപോലെ തന്നെ ബോഡി മെയിൻ്റെനൻസിന് സഹായിക്കുന്ന ഒരു റീജിയൻ ആണ് സെറിബെല്ലം. നമുക്കറിയാം സെറിബെല്ലം അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതെന്താണ് ക്വസ്റ്റ്യൻ? Redraw the diagram and identify the name and function. Okay, ഡയഗ്രം റീഡ്രോ ചെയ്യാനും പഠിച്ചിരിക്കണം. ബ്രെയിനിന്റെ സ്ട്രക്ചർ, നെർവ്, ഐ. അതേപോലെ ഇയറിന്റെ കേസിൽ എനിക്ക് ചിലപ്പോൾ റീഡ്രോ ചെയ്യണമെങ്കിൽ ഇത് മൂന്നിന്റെ സ്ട്രക്ചറും എന്തായാലും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്പൈനൽ കോഡ്. പിക്ചറിൽ ഫസ്റ്റ് റീജിയൻ കോർണിയ, സെക്കൻഡ് ഔട്ടർ ലെയർ ആണ്. ഔട്ടർ ലെയർ ക്ലിയർ ആണ്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. കോർണിയ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ആൻഡ് തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒപ്റ്റിക് നെർവ് ആണ് കേട്ടോ. അത് ഒപ്റ്റിക് നെർവ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാ പാർട്സും ഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ അത് പോയിന്റ് ഔട്ട് ചെയ്യാനും പഠിച്ചിരിക്കണം. അത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. റീഡ്രോ ചെയ്യാനും പാർട്ട് ലേബിൾ ചെയ്യാനും ചോദിച്ചിട്ടുള്ളൂ. വരയ്ക്കുന്നതിന് മാർക്ക് ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചിട്ടുള്ള മാർക്ക് മിസ്സാവും. സോ അത് മിസ്സാവാതെ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ്, കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്. ഐഡന്റിഫൈ ദ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ഇത് ഏത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് write the name of the parts labeled as 1, 2. Then name the hormone secreted by the gland during emergency situation. സെക്രേറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺ ഏതാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നെയിം എനി ഹോർമോൺ സെക്രേറ്റഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഹോർമോൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. സോ ഇതെന്താണ്, അഡ്രിനൽ ഗ്ലാൻഡ്സ് ആണ്. അതിന്റെ കോർട്ടെക്സും മെഡുലറി റീജിയനുമാണ്. മെഡുലറി റീജിയനിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോൺ ആയിട്ടുള്ള എപ്പിനെഫ്രിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻസ് ആണ് എന്തിനെ സഹായിക്കുന്നത്, എമർജൻസി സിറ്റുവേഷനിൽ ഓപ്പൺ ആവുന്ന അല്ലെങ്കിൽ ഓൺ ആവുന്ന ഹോർമോൺസ് ആവുന്നത് എപ്പിനെഫ്രിൻ ഓർ നോർ എപ്പിനെഫ്രിൻ. പിന്നെ നെയിം എനി ഹോർമോൺ സെക്രേറ്റഡ് ബൈ ദ പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ, അതായത് കോർട്ടെക്സ് പറഞ്ഞു, മെഡുല പറഞ്ഞു. സോ കോർട്ടെക്സ് റീജിയനിൽ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആരെ സഹായിക്കും, കോർട്ടിസോൾ സഹായിക്കും. മെഡുലറി റീജിയനിൽ നിന്ന് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും കോർട്ടെക്സ് റീജിയനിൽ നിന്ന് കോർട്ടിസോളുമാണ് എന്ത് ചെയ്ത് സെക്രേറ്റ് ചെയ്യുന്നത്. എമർജൻസി സിറ്റുവേഷനിൽ ഓൺ ആകുന്ന ഹോർമോൺസ് ആണ് എന്ത്, മെഡുലറി റീജിയനിലുള്ള എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. എന്നാൽ കോർട്ടെക്സ് റീജിയനിലുള്ള കോർട്ടിസോൾ എന്തിനു സഹായിക്കും, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഓക്കെ, ഓക്കെ നെക്സ്റ്റ് ഇനി 2019 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പോകാം. ആൻസർ ഞാൻ കൊടുത്തിട്ടില്ല. സോ ആൻസർ ഞാൻ
പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു ഭാഗമായതുകൊണ്ട് ഇതിന്റെ റിവിഷൻ ആയതുകൊണ്ട് തന്നെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നുണ്ട്. നല്ലോണം പഠിച്ചൊരു കുട്ടിക്കാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ അത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ക്ലാസ് പോയിട്ട് കാണും. വളരെ കുറഞ്ഞ സമയമുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം വൃത്തിക്ക് പഠിക്കുക. Analyze the illustration, identify and rate the type of nerve indicated X. X എന്ന് പറഞ്ഞ റീജിയനിൽ ഇൻഡിക്കേറ്റ് ചെയ്ത നെർവ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ടങ്കിൽ നിന്നും ഇമ്പൾസസ് ബ്രെയിനിലേക്ക് എത്താൻ എപ്പോഴും നമുക്കറിയാം അഫറന്റ് നെർവ്സ് അഥവാ സംവേദ നാഡി, അതായത് നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ആരാണ്, അഫറന്റ് നെർവ്സ്. ഓക്കെ, നെക്സ്റ്റ്, analyze the given situation, identify the part of central nervous system that control the situation in each. ഓക്കെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ കൺട്രോൾ ചെയ്യുന്ന ഈ ഭാഗം എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഐസ് ആർ ബ്ലിങ്കഡ് വെൻ ഫ്ലൈ അപ്രോച്ച് ദം. ഈ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിന്റെ ആൻസർ എന്താണ്, നമ്മൾ ഐ ബ്ലിങ്ക് ചെയ്യാൻ കാരണം നമ്മൾ സെറിബ്രത്തിലെ വിഷൻ കോർട്ടക്സ് ഉണ്ട്. സോ ഐ ബ്ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന ആ റീജിയൻ എന്താണ്, ബ്രെയിൻ ആണ്. ഹാൻഡ്സ് ആർ വിത്ഡ്രോ വെൻ ടച്ച്ഡ് ഓൺ ഹോട്ട് ഒബ്ജക്റ്റ്. അതോടെ സ്റ്റിമുലി അല്ലെങ്കിൽ ഇമ്പൾസ് ഉണ്ടാകുന്നത്, ആ ഇമ്പൾസസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് ഏത് വഴിയാണ്, സ്പൈനൽ കോഡ് വഴിയാണ്. സോ അതിന്റെ പാർട്ടായുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ അതിനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പൈനൽ കോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ഫോട്ടോ റിസപ്റ്റർ ഗിവൺ ബിലോ, നെയിം ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ഇറ്റ്. 2019, 2018, 2017 ആ ഒരു ഇയറിലൊക്കെ ഇത്തരത്തിൽ ഫോട്ടോ റിസപ്റ്റേഴ്സിന്റെ പിക്ചർ കൊടുത്തിട്ട് ആ പിക്ചർ റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ പാർട്ട് ലേബിൾ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ഐ തിങ്ക് 2019 അല്ലെങ്കിൽ 20 മുതലാണ് ആ ഒരു ക്വസ്റ്റിന് വരാറില്ല. അതിനേക്കാൾ കൂടുതൽ ബ്രെയിന്, അതേപോലെ ബ്രെയിനിന്റെ സ്ട്രക്ചർ, ഐന്റെ സ്ട്രക്ചർ, ഇയർ, സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എനിവേ ഇൻ കേസ് ചിലപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, എല്ലാ പിക്ചറിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും പറയും. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ഇതിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് അതിൽ പ്രസന്റ് ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണ് പറഞ്ഞു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൽസ് ആണ്. കോൺസെൽസിൽ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്, ഫോട്ടോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അതിനെ അയഡോപ്സിൻ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽഡ് അപ്പ് ദ ബ്ലാങ്ക്. അതായത് ഈ റിലേഷൻ ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് ഫില്ലപ്പ് ചെയ്യാൻ. അപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചിട്ടും തേർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്, റയർ ആണ്. ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് പ്ലാന്റ് ഹോർമോൺസിന്റെ ഇതിന് ഈ ഒരു എക്സാമിന് വരരുത്. ഓക്കെ, എത്തിലിൻ, റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്, എത്തിഫോൺ വിച്ച് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ മിൽക്ക് പ്രൊഡക്ഷൻ. റബ്ബറിലെ മിൽക്ക് പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ ആര് സഹായിക്കും, ഹോർമോൺസ് സഹായിക്കും. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്ത പോർഷൻ ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. ഇതിപ്പോ 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1 മാർക്കിന് വരെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആക്കാനും അല്ലെങ്കിൽ ഇതേപോലെ കണക്ഷൻ വന്നിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാനൊക്കെ ചോദിക്കാം. ഓക്കെ, ഷാർക്ക് നമ്മൾ പറഞ്ഞു, ഷാർക്കിൽ എന്താണ് ലാറ്ററൽ ലെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഷാർക്കിലെ ലാറ്ററൽ ലെൻസ് എന്തിനാണ് സഹായിക്കുന്നത്, ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. സ്നേക്കിലുള്ള ജേക്കബ്സൺസ് ഓർഗൻസ് വിച്ച് ഹെൽപ്പ് ടു എന്തിനാണ് ജേക്കബ്സൺസ് ഓർഗൻ സഹായിക്കുന്നത്, സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഹൗസ് പ്ലേയിലുള്ള അമാറ്റീഡിയ, അതായത് അവിടെ കണ്ണിലുണ്ടാകുന്ന റീജിയനാണ് അമാറ്റീഡിയ, ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്തിനാണ് സഹായിക്കുന്നത്, അമാറ്റീഡിയ ഹൗസ് പ്ലേയിലുള്ള ഒമാറ്റീരിയ ഫോട്ടോ റിസപ്റ്റേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്ലാനറിയിലുള്ള ഐ സ്പോട്ട് എന്താണ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. ഈ ക്വസ്റ്റ്യൻ വരും ഞാൻ 100% പറയാണ്. ഒന്നെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഇത് പ്രതീക്ഷിക്കാം.
അറ്റ്ലീസ്റ്റ് 1 മാർക്കെങ്കിലും ഉണ്ടാകും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പ് പറയുന്നു, 2 മാർക്കോ 4 മാർക്കോ 1 മാർക്ക് ഏതെങ്കിലും ഒന്ന് വരുന്നത് ഷുവറാണ്. നെക്സ്റ്റ്, ഗിവ് ദ റീസൺ ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. താഴെ സ്റ്റേറ്റ്മെന്റ് റീസൺ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. The inner part of cerebrum seen in white color. വൈറ്റ് കളറിൽ കാണാം. അവിടെ എന്താണ് മൈലിൻ ഷീറ്റ് പ്രസന്റ് ആയതുകൊണ്ട്. സ്പൈനൽ നെർവ്സ് ആർ മിക്സഡ് നെർവ്സ്. സ്പൈനൽ നെർവ്സ് മിക്സഡ് നെർവ്സ് ആണ്. കാരണം ഡോർസൽ റൂട്ടിൽ വെൻട്രൽ നോട്ട്സും കൂടി ഇതാക്കിയാണ് എന്ത് ചെയ്യുക സ്പൈനൽ നെർവ്സ് ഉണ്ടാവുക. ഡാമേജ് ടു ദി മെഡുല ഓംബ്ലിഗേറ്റ മേ കോസ് സർട്ടൻ ഡെത്ത് ബിക്കോസ് ഓഫ് ഈ മെഡുല ഓംബ്ലിഗേറ്റ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ്, പിന്നെ ബ്രീത്തിങ് പോലുള്ള ഇൻവോളണ്ടറി ആക്ഷൻ നമ്മുടെ ബോഡിക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയാത്ത കാര്യങ്ങളാണ് ആര് കൺട്രോൾ ചെയ്യുന്നത്, ഈ മെഡുല ഓംബ്ലിഗേറ്റ കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ഇൻവോളണ്ടറി ആക്ഷൻസിന്റെ കൺട്രോളിങ് മെഡുല ഓംബ്ലിഗേറ്റിന്റെ കയ്യിലാണ്. സോ അതിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ നമുക്ക് ഹാർട്ടിനോ അതേപോലെ ലങ്സിനോ ഒക്കെ പ്രോബ്ലം വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം സഡൻ ഡെത്തിന് കാരണമാകും. Analyze the figure related to the power of accommodation of I. അതിന്റെ പവർ ഓഫ് അക്കോമഡേഷനുമായിട്ട് എഴുതിയിരിക്കുന്ന പിക്ചർ ആണ്. അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഫിഗർ എ ആണ് എന്താ ലെൻസിന്റെ ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കർവേച്ചർ ഓഫ് ലെൻസ് വ്യൂയിങ് ദ ഡിസ്റ്റൻസ് ഒബ്ജക്ട് ആൻഡ് ഹൗ ഡു സിലിയറി മസിൽസ് ആൻഡ് ലിഗമെന്റ് ഹെൽപ്പ് ഫോർ ദിസ്. അതായത് ഇത്തരത്തിൽ വിഷൻ എങ്ങനെയാണ് അത് സഹായിക്കും ചോദിച്ചു. അതായത് സിലിയറി മസിൽസ് റിലാക്സ് ചെയ്യും, അവിടെ ഉണ്ടാകുന്ന സ്നായുക്കൾ വലിയും, ഫോക്കൽ ലെങ്ത് കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ഇടയ്ക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. അതായത് ഫ്ലോ ചാർട്ട് ഇപ്പോൾ കേസ് ഓഫ് വിഷൻ പോസിബിൾ ആവുന്നത് എങ്ങനെയാണ്, ഹിയറിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, പിന്നെ അതേപോലെ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ചോദിക്കാറുണ്ട്. എന്ത് ചെയ്യുക അതിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് അനലൈസ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഒബ്ജക്റ്റ് എവിടത്തും ലൈറ്റ് റേസ് ഒബ്ജക്റ്റ് ഉണ്ടാവും, ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് റേസ് വരും, ഇമേജ് എന്ത് ചെയ്യും ഫോം ചെയ്യും. അപ്പൊ ലൈറ്റ് റേസ് ഇതിന്റെ ഫലമായിട്ട് ഇമേജ് ഫോം ചെയ്യുന്നത് കണ്ണിന്റെ റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇമ്പൾസസ് ഉണ്ടാക്കും. ഈ ഇമ്പൾസസ് പിന്നീട് ഒപ്റ്റിക്കൽ നെർവ്സ് വഴി സെറിബ്രത്തിലെത്തും. സെറിബ്രത്തിനകത്ത് നമുക്ക് എന്താണ് വിഷൻ പോസിബിൾ ആകും. സോ എ എന്ന് പറഞ്ഞാൽ എന്താണ് റെറ്റിനയാണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഒപ്റ്റിക് നെർവ്സ്. എ ആൻഡ് ബി, എ ഇസ് റെറ്റിന, ബി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് നെർവ്സ്. ഹൗ ആർ ദ ഇമ്പൾസസ് ജനറേറ്റഡ് ഇമേജ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും അവിടെ ആക്ട് ചെയ്യും. ഫോട്ടോ റിസപ്റ്റേഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ സ്റ്റിമുലേഷൻസ് ഉണ്ടാവും, ഇമ്പൾസസ് ഉണ്ടാവും. ഇമ്പൾസസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫലമായിട്ട് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവും. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യും കളറും വിഷനും പോസിബിൾ ആവും. Analyze the given sentence and from the science article and answer the question. The hormone of the endocrine gland present on kidney prepare our body to meet emergencies. Okay, നമുക്കറിയാം ഏത് ഗ്ലാൻഡ് ആണ് എമർജൻസി സിറ്റുവേഷനിൽ ഓൺ ആവുന്നത്. അഡ്രിനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും. How does gland prepare our body to meet emergency? അതായത് ഇൻ കേസ് ഓഫ് എമർജൻസി സിറ്റുവേഷനിൽ എപ്പിനെഫ്രിൻ സിമ്പത്തറ്റിക് സിസ്റ്റമായിട്ട് കോറിലേറ്റ് ആയിട്ട് എന്ത് ചെയ്യും പ്രവർത്തിക്കും. അതുപോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോർ എപ്പിനെഫ്രിനും എന്ത് ചെയ്യും അതിനെ കോറിലേറ്റ് ചെയ്തിട്ട് സഹായിക്കും. സോ അഡ്രിനൽ ഗ്ലാൻഡിന്റെ മിഡുലറി റീജിയനിൽ ഉണ്ടാകുന്ന എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ എമർജൻസി സിറ്റുവേഷനിൽ സിമ്പത്തറ്റിക് സിസ്റ്റമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ എമർജൻസിയിൽ മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. Observe the figure related to structure of ear. Okay, earന്റെ structure is very important. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഇയർ എങ്കിലും ഉണ്ടാകും. ഓക്കെ, ഇയർ, ബ്രെയിൻ, ഐ, സ്പൈനൽ കോഡ്. ഐ എം again repeating ഇയർ, ഐ, സ്പൈനൽ കോഡ്, ബ്രെയിൻ. ഇൻ സം കേസസ് ഫോട്ടോ റിസപ്റ്റേഴ്സ്, പിന്നെ അതിന്റെ കോൺട്രാക്ഷൻ. ഇതെന്തായാലും ഏതെങ്കിലും ഒന്നെങ്കിലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, മിനിമം രണ്ടെണ്ണെങ്കിലും ഉണ്ടാവും. പിന്നെ ഗ്ലാൻസിന്റെ കേസിലാണെങ്കിൽ പാൻക്രിയാസിന്റെ പിക്ചർ ഉണ്ടാവും. അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ പിക്ചറും എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഐ എം ഷുവർ. Observe the figure related to structure of ear and answer the question. Identify and name the part indicated as a
അത് ഇയറോസിക്കൽസ് ആണ്. again മാലിസ് ഇൻഡസ് കേപ്പീസ്. പിന്നെന്താണ് ഹൗ ഡസ് ദിസ് പാർട്ട് ഇൻഫ്ലുവൻസ് ദ സെൻസ് ഓഫ് ഹിയറിംഗ്? ഹിയറിംഗിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം ഇയറോസിക്കൽസ് പ്രസന്റ് അണ്ടർ ഓവൽ മെംബ്രേനായിട്ട് കണക്ട് എടുത്താണ് എന്ത് ചെയ്യുക ഇയറോസിക്കൽസ് പ്രസന്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക പിന്നയിൽ നിന്നും ഓഡിറ്റോറി കനാൽ വഴി തിമ്പാനത്തിലേക്ക് എത്തും. തിമ്പാനത്തിൽ നിന്നും ഇയറോസിക്കൽസിലേക്ക് എന്ത് സൗണ്ട് വേവ് എത്തും. ഇയറോസിക്കൽസ് എത്തിയതിനു ശേഷം അതുണ്ടാവും ഓവൽ വെഞ്ചയിലേക്ക് എത്തും. ഓവൽ വെഞ്ചയിൽ നിന്നും അത് എവിടേക്ക് എത്തും? ഇന്നർ ഇയറിലേക്ക് എത്തും. ഇന്നർ ഇയറിൽ നമുക്ക് എന്തുണ്ട്? സെമി സർക്കിനൽ കനാലും അതേപോലെ കോക്ലിയൊക്കെ ഉണ്ട്. സോ അങ്ങനെ എന്ത് ചെയ്യും കോക്ലിയയിൽ വെച്ചിട്ട് കോക്ലിയയിൽ ഉണ്ടാകുന്ന ഹെയർ സെൽസിന്റെ മൂവ്മെന്റും കാര്യങ്ങളും കാരണം നമുക്ക് എന്താണ് ഹിയറിംഗ് പോസിബിൾ ആവും. സോ സെൻസ് ഓഫ് ഹിയറിംഗ് എങ്ങനെയാണ് നമ്മൾ ഒന്നുകൂടി അതായത് ഫസ്റ്റ് നമുക്കറിയാം പിന്നുണ്ട് പിന്നയിൽ നിന്നും സൗണ്ട് വേവ് ഓഡിറ്ററി കനാലിലേക്ക് പോകും. ഓഡിറ്ററി കനാലിൽ നിന്നും സൗണ്ട് തിമ്പാനം കർണപുടത്തിലെത്തും. തിമ്പാനത്തിൽ നിന്നും അത് നേരെ ഇയറോസിക്കൽസിലേക്ക് എത്താണ്. അവിടെ റൗണ്ട് വിൻഡോ ഉണ്ട്. ഇയറോസിക്കൽസിന് സൗണ്ട് നേരെ റൗണ്ട് വിൻഡോയിലേക്ക് എത്തും. ഇത്ര റൗണ്ട് വിൻഡോ അതിന് മുമ്പാണ് ഓവൽ വിൻഡോ ഉണ്ടാവും. ഈ ഓവൽ വിൻഡോയിൽ നിന്നുള്ള സൗണ്ട് ഇന്നർ ഇയറിലേക്ക് പോകും. ഇന്നർ ഇയറിലെ വിഷന്റെ ഈ ഹെയറിങ്ങിന്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ കോക്ലിയാണ്. ഈ കോക്ലിയയിൽ ഉണ്ടാകുന്ന ഹെയർ സെൽസിന്റെ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഈ ഹെയർ സെൽസിന്റെ സ്റ്റിമുലേഷന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഓൾഫാക്ടറി നമ്മളിതിനെ സാധിക്കുന്ന ഈ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും സെറിബെല്ലത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് എന്ത് പോസിബിൾ ആകും? ഹിയറിംഗ് പോസിബിൾ ആകും. വളരെ സിമ്പിൾ ആണ്. അതിന്റെ പിക്ചർ നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ വായിച്ചു തരാം. കാരണം പിന്നീട് അതിന്റെ ഔട്ടർ സർഫസ് ആണ്. അവിടേക്ക് സൗണ്ട് വേവ്സ് എത്തും. അത് ഓഡിറ്ററി കനാൽ വഴി എവിടെ തിമ്പാനത്തിലേക്ക് എത്തും. തിമ്പാനത്തിന്റെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന ഇയറോസിക്കൽസിന്റെ മാലിസ് ഇൻഡസ് സ്റ്റേപ്പിസ്. ഈ മാലിസ് ഇൻഡസ് സ്റ്റേപ്പിസിന് താഴെത്തിന്റെ ഓവൽ റൗണ്ട് വിൻഡോ ഉണ്ട്. അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓവൽ വിൻഡോ ഉണ്ട്. ഈ ഓവൽ വിൻഡോ എവിടേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്? ഇന്നർ ഇയറിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്നർ ഇയറിൽ ഉണ്ടാകുന്ന സെമി സർക്കുലർ കനാൽസും കോക്ലിയ ഉണ്ട്. കോക്ലിയാണ് നമുക്ക് എന്ത് ചെയ്യുക വിഷ്ണു അയക്കുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ കോക്ലിയാണ്. കോക്ലിയയിൽ ഉണ്ടാക്കുന്ന ഹെയർ സെൽസും അതേപോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന എൻഡോലിഫും പെരിലിഫും അതിന്റെ മൂവ്മെന്റ് ഉണ്ട്. അവിടെ ഉണ്ടാക്കുന്ന ഫ്ലൂയിഡിന്റെ മൂവ്മെന്റും ഹെയർ സെൽസിന്റെ മൂവ്മെന്റും കാരണം ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കും. അങ്ങനെ അതുണ്ടാവും. അവിടെ നിന്നും ഈ സൗണ്ട് സെറിബെല്ലത്തിലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ നെർവ് വഴി എവിടേക്ക് എത്തും? സെറിബെല്ലത്തിലെത്തും. അങ്ങനെ നമുക്ക് എന്ത് പോസിബിൾ ആവും? ഹിയറിംഗ് പോസിബിൾ ആവും. ഓക്കെ. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഹിയറിംഗ് പോസിബിൾ ആവുക? വിഷന് പോസിബിൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിപ്പോ ഹിയറിംഗ് സെൻസ് ഓഫ് ഹിയറിംഗ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറയുമ്പോൾ ആ ഒരു റീജിയൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. So last, analyze the given statement related to eye disease and arrange them in a table by given suitable title. Okay, eye disease is very important. Eye disease ന്യൂറോവിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ്, തൈറോയിഡിന്റെ ഗ്ലാൻഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഡിസീസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഐ ആം അബൌട്ട് ഇറ്റ് ഷുവർ ക്വസ്റ്റ്യൻ. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഉറപ്പാണ്. നിങ്ങൾ അത് എന്തായാലും പഠിച്ചിരിക്കണം. Reabsorption of aqueous humor does not occur. Defect in consult. Laser treatment is remedy. Eyelids become opaque. ഗ്ലൂക്കോമയാണ് എന്ത് സംഭവിക്കുക? ഗ്ലൂക്കോമ ഉണ്ടായി കഴിഞ്ഞാൽ അക്വസ് ഹ്യൂമറിന്റെ റീഅബ്സോർപ്ഷൻ എന്ത് ചെയ്യില്ല, ഒക്കർ ചെയ്യില്ല. ലേസർ ട്രീറ്റ്മെന്റ് വഴി എന്ത് ചെയ്യുക? ഗ്ലൂക്കോമ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇനി കളർ ബ്ലൈൻഡ്നെസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കോൺസെൽസിന്റെ ഡിഫക്റ്റ് ഓഫ് കോൺസെൽസ് ആണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുക. കാറ്ററാക്ട് ആണെങ്കിൽ
ഐസ് ലെറ്റ് ബിക്കം ഒപെക്. ഓക്കെ, ഇത് ഞാൻ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, നല്ലോണം അത് പഠിക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വെരി, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ, അതായത് നിങ്ങൾ ആ ഡിസീസിനെ കുറിച്ചിട്ട് നോക്കുക. ഡിസീസ് നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസിലൂടെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് വെരി വെരി സിമ്പിൾ. അത് നല്ലോണം തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നാം. ഓക്കെ ഓക്കെ ഇതാ പറഞ്ഞ കുട്ടികളിൽ ക്രെറ്റിനിസം, മുതിർന്നവരിൽ മിക്സഡിമ. മിക്സഡിമ എന്ന് പറഞ്ഞാൽ തൈറോയിഡിന്റെ പ്രൊഡക്ഷൻ കുറയുന്നതിന്റെ ഫലമായിട്ട് മുതിർന്നവരിൽ അഥവാ അഡൾട്ടിൽ ഉണ്ടാവുന്നതാണ് മിക്സഡിമ. സോറി, ഇത് മിക്സഡിമയുടെ പിക്ചർ അല്ല, ഇത് ഗോയിറ്റർ ആണ്. ഇത് ക്രെറ്റിനിസം. To which gland disease A and B are related? തൈറോയ്ഡ് ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡിസീസ് ആണ്. ഹൗ ഡസ് ഡിസീസ് എ ഡിഫർ ഫ്രം ബി? ഡിസീസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ അവിടെ കുറയാണ്. അതിന്റെ ഫലമായിട്ട് ന്യൂ ബോൺസിൽ അല്ലെങ്കിൽ അഡൾട്ടിൽ കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ക്രെറ്റിനിസം എന്ന് പറഞ്ഞാൽ അവിടെ തൈറോയിഡിന്റെ ഡെഫിഷ്യൻസി കുറയാണ് ചെയ്യുക. സോ അതിന്റെ ഫലമായിട്ട് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാകും. എന്നാൽ ഓപ്ഷൻ ബിയിലുള്ളതെന്ന് പറഞ്ഞാൽ അയഡിന്റെ ഡെഫിഷ്യൻസിയാണ്. അതായത് തൈറോയിഡിന്റെ പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. സോ അതിന്റെ ഫലമായിട്ട് അയഡിൻ ഡെഫിഷ്യൻസി കാരണം തൈറോയിഡിന്റെ പ്രൊഡക്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്യും. അതിന്റെ ഫലമായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിലെ എൻലാർജ്മെന്റ് ഉണ്ടാകും. അതാണെന്ത് ഈ ഡിസീസ് അഥവാ ഗോയിറ്റർ. സജസ്റ്റ് എ ഫുഡ് ഹാബിറ്ററ്റ് ദാറ്റ് പ്രിവെന്റ് ദ ഡിസീസ് ഓഫ് കണ്ടീഷൻ ബി. ബി എന്നുള്ള കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയഡിനൈസ്ഡ് ആയിട്ടുള്ള സാൾട്ട് യൂസ് ചെയ്യുക. ഫിഷും വെജിറ്റബിൾസും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. മെയിൻ ആയിട്ടും അയഡിൻ കണ്ടന്റുള്ള ഫുഡ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ അതിന്റെ ഫലമായിട്ട് ബ്ലഡിലെ അയഡിൻ ലെവൽ നോർമൽ ആവും. സോ അതിന്റെ ഫലമായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻ നടക്കും. അപ്പൊ എന്താവും, ഈ പ്രോബ്ലം നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഓക്കെ, അഗെയിൻ ഡിസീസ് ആണ് വന്നിട്ടുള്ളത്. ഇത് നെർവ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഡിസോർഡർ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളത് മറന്നോണം നോക്കണല്ലോ. പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റഡ് ടു ബി ബ്രെയിൻ ഗെറ്റ് റിഡ്യൂസ്ഡ്. പാർക്കിൻസൺസ് ഡിസീസ് സിംറ്റം എന്താണ്? ഷിവറിംഗ്. ഏതെങ്കിലും ഒരു സിംറ്റമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കണ്ടിന്യൂസ് മസ്കുലർ കൺട്രാക്ഷൻ, പ്രോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്. അതെന്താണ്? എപ്പിലെപ്സിയാണ് ഡിസീസ്. അതിന് കോസ് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ നടക്കാം. അൽഷിമേഴ്സിന്റെ കാരണം ഗാംഗ്ലിയോൺ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. സിംറ്റം ലോസ് ഓഫ് മെമ്മറി. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് 3 ചാപ്റ്റേഴ്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റർ 1 നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും ബ്രെയിനിന്റെ സ്ട്രക്ചർ, അതിന്റെ പാർട്സ്, അതിന്റെ ഫങ്ഷൻസ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നെർവിന്റെ സ്ട്രക്ചർ, നെർവിന്റെ പാർട്സ് നിങ്ങൾ എന്തായാലും നോക്കി വെക്കണം. പിന്നെ നെർവിനെ എഫക്ട് ചെയ്യുന്ന അതിന്റെ ഡിസോർഡേഴ്സ്, ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പാർക്കിൻസൺസ്, അൾഷിമേഴ്സ്, എപ്പിലെപ്സി, അതും അതിന്റെ റീസൺസും സിംറ്റംസും. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഐ, സ്ട്രക്ചർ ഓഫ് ഇയർ, അതിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ സോറി ഞാൻ സ്പൈനൽ കോഡ് മറന്നിട്ടുണ്ട്. സ്പൈനൽ കോഡും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി തേർഡ് ചാപ്റ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാൻക്രിയാസിന്റെ ഇൻസുലിൻ ഒക്കെ ഉണ്ടല്ലോ, പാൻക്രിയാസിന്റെ സ്ട്രക്ചർ, അഡ്രിനൽ ഗ്ലാൻഡിന്റെ സ്ട്രക്ചർ, പാൻക്രിയാസിന്റെ സ്ട്രക്ചറും ഒക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പിക്ചർ നോട്ട് ചെയ്യാനും ഇതിന്റെ കാര്യങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഷുവർ ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ, നെർവ്, ഐ, ഇയർ, തൈറോയിഡ് ഗ്ലാൻഡ്, പിന്നെന്താണ് സ്പൈനൽ കോഡ്, അതേപോലെ പാൻക്രിയാസിന്റെ, അതൊക്കെ എന്ത് ചെയ്യാം, ലേബൽ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അത് അറിഞ്ഞിരുന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഡിസോർഡേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ ഓരോ ഹോർമോൺസും എങ്ങനെയൊക്കെയാണ് ബോഡി ബാലൻസിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓരോ ഹോർമോൺസിന്റെ കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. സോ അതോടുകൂടി നമ്മുടെ ഓണം എക്സാമിന്റെ ബയോളജി പോർഷൻസിന്റെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഐ തിങ്ക് കെമിസ്ട്രി പോർഷനും ഫിസിക്സ് പോർഷനും ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി റിഗാർഡിങ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ.
ഓക്കെ, താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.